ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. വീക്കെൻഡിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡും കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 2 എവിക്ഷനാണ് നടന്നിരിക്കുന്നത്. ഒന്ന് പ്രവീൺ, 2 മസ്താനി. മസ്താനിയുടെ എവിക്ഷൻ ഏകദേശം എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്, മസ്താനി തന്നെ പോവുക എന്നുള്ളത് പറഞ്ഞിരുന്നത്. പക്ഷേ പ്രവീണിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം പ്രവീണിനേക്കാൾ മോശമായിട്ട് കളിക്കുന്ന ഒരു വ്യക്തി അതിനകത്തുണ്ട്. അത് സാബുമാനാണ്. സാബുമാനെ എന്തുകൊണ്ടായിരിക്കും സാവുമാനെ എവിക്ഷനിൽ നിന്നും ആളുകൾ രക്ഷപ്പെടുത്തിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എല്ലാവരും സാവുമാന് കൂടുതൽ വോട്ട് കൊടുത്ത് മസ്താനിയെ ഔട്ടാക്കാനുള്ള ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എല്ലാ സീസണിലും നമ്മൾ കാണാനാണ്. ചില കണ്ടസ്റ്റൻസിൻ്റെ ഒരു അൺലക്കാണ് അത് പറയുമ്പോൾ. അതായത് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവർ ചില വ്യക്തികൾ കൂടുതൽ വോട്ട് കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക പ്രവീൺ ഒരുപാട് വോട്ട് കിട്ടും, സാബുമാന് വോട്ട് കിട്ടില്ല, അപ്പോൾ സാബുമാൻ എന്തായാലും ഔട്ടായി പോകും. അപ്പോൾ സാബുമാൻ എല്ലാവരും വോട്ട് ചെയ്ത് കയറ്റി. പക്ഷെ അത് പ്രവീണിനെ എഫക്റ്റ്, പ്രവീൺ ഔട്ടായി പോയി. അതാണ് പ്രവീൺ ഇവക്ഷൻ സമയത്ത് ലാലേട്ടൻ ചോദിച്ചപ്പോഴും പറഞ്ഞത്, പൊതുജനത്തോട് എന്ത് പറയാണെന്ന് ചോദിച്ചു പറഞ്ഞല്ലോ, നല്ലപോലെ കളിക്കുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ സത്യമാണ്. പ്രവീണിൻ്റെതായുള്ള രീതിയിൽ ഇപ്പോൾ വന്നിട്ട് 2 ആഴ്ചയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ പ്രവീണിൻ്റെതായുള്ള രീതിയിൽ ഒരുപാട് കണ്ടന്റ് കൊടുക്കാനൊക്കെ ശ്രദ്ധിച്ചു. അപ്പോൾ കണ്ടന്റ് എന്ന് പറയാൻ പാടില്ല എന്നാണ് ഇപ്പോൾ ബിഗ് ബോസിൽ ലാലേട്ടൻ പറയുന്നത്. അതിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് കണ്ടന്റ് എന്ന് പറയാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ എന്തായാലും പ്രവീണിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ ജീവിച്ചു, അങ്ങനെ പറയാം. അതായിരിക്കും റൈറ്റ് വേർഡ് എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ഇന്നും ലക്ഷ്മിയെ വറുത്തെടുക്കുന്ന പോലെയുള്ള കുറേ ചോദ്യങ്ങളായിരുന്നു. ഇന്ന് മുഴുവൻ ഒനീലിൻ്റെ ആ ഒരു കേസായിരുന്നു. ഒനീലിനെ എന്തായാലും നല്ല ഒരു പിള്ളയാണ് എന്നുള്ള രീതിയിൽ കുറ്റവിമുക്തനാക്കി കൊടുത്തിരിക്കുകയാണ് ലാലേട്ടൻ. അതെന്തായാലും നല്ലൊരു കാര്യമാണ് അല്ലേ. അയാൾ ചെയ്യാത്തൊരു തെറ്റിനെ അയാൾ ക്രൂശിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. ഒനിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടോ, എല്ലാ ആണുങ്ങളോടും മാപ്പ് പറയണം, അങ്ങനെയൊന്നും ആവശ്യമില്ല. അയാളോട് മാപ്പ് പറയണം, എല്ലാ ആണുങ്ങളും നന്നാവണം എന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യം ലക്ഷ്മിക്കില്ല. ലക്ഷ്മിയോട് പറഞ്ഞിരിക്കുന്നത് ഒനീലിനെയാണ്. അതുകൊണ്ട് ഒനീലിനോട് മാപ്പ് പറഞ്ഞത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അത് മുമ്പേ തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ അത് പറ്റില്ല, സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒനീൽ നീട്ടിക്കൊണ്ടുപോയതാണ്. അത് ഒനീലിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. ഇപ്പോൾ മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് അത് സ്വീകരിക്കുക എന്നുള്ളത് മറ്റൊരു ന്യായം അല്ലേ, അത് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് ഇങ്ങനെ കാര്യം സംഭവിച്ചാൽ ഇപ്പോൾ ലക്ഷ്മിക്ക് ഇപ്പോൾ വിഷമമുണ്ടെന്ന് ലക്ഷ്മി തന്നെ പറയുന്നു. കാരണം എന്താ പറയുക, ലക്ഷ്മിക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുപോലെ കടുംപിടുത്തൊന്നും പറ്റില്ല. ലക്ഷ്മിയുടെ ഗെയിം സ്ട്രാറ്റജിയൊക്കെ പൊതുജനങ്ങളുടെ ഇടയിൽ, ലാലേട്ടൻ്റെ ബിഗ് ബോസിൻ്റെ ഇടയിലൊക്കെ റോങ് ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് വന്നു എന്നുള്ളത് ലക്ഷ്മിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. പിന്നെ എവിക്ഷൻ്റെ കാര്യത്തിൽ മസ്താനിയുടെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ചതാണ് മസ്താനി ഔട്ടാകാൻ പോകുന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അതിന് ഒരു മസ്താനി ഔട്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ എല്ലാവരും സാബുമോനെ ഒരു വോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രവീൺ ഔട്ടായിപ്പോയി. അതെന്തായാലും അൺലക്കി ആയി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവിടെ മസ്താനി പോയപ്പോൾ നമ്മുടെ ആര്യൻ്റെ വക ഒരു കളിയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര കൈകൊട്ടി ചിരിച്ചുകൊണ്ടും കുറേ ഒരു ആക്ടൊക്കെ നമ്മൾ കണ്ടു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാനി ഔട്ടായി പോയപ്പോൾ മസ്താനി കൈകൊട്ടി ചിരിച്ചു, അതിനൊരു ബദലായിട്ടാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, മസ്താനി തന്നെ കൈകൊട്ടി ചിരിച്ചു എന്ന് പറയുമ്പോൾ അപ്പാനി മസ്താനിയെ ഒരുപാട് മോശം വേർഡുകളൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ദേഷ്യം മസ്താനിയുടെ മനസ്സിലായി. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ, എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ. അത് ചിലർ നന്മമരമായിട്ട് അവിടെ നിൽക്കും, എന്നെ ഇത്ര ഉപദ്രവിച്ചാലും അയാൾ ഔട്ടായി പോവല്ലേ, അതുകൊണ്ട് എനിക്കൊരു വിഷമം, ഞാൻ അങ്ങനെ അഭിനയിക്കട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കും. മസ്താനി അങ്ങനെയില്ല. മസ്താനിക്ക് തോന്നിയ കാര്യം മസ്താനി അവിടെ ചെയ്തു. അതേപോലെയാണ് ഇപ്പോൾ മസ്താനി ഔട്ടായി പോയപ്പോൾ, അപ്പാനി ഔട്ടായി പോയപ്പോൾ കൈയടിച്ച് ചിരിച്ചവളല്ലേ, അതിന് ഒരു പ്രതികാരം എന്നുള്ള രീതിയിൽ ആര്യം ചെയ്യുമ്പോൾ ഈ മസ്താനിയും ആര്യനും ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെ, ഒരേ ക്യാരക്ടറാണ് അവരൊക്കെ. അതുകൊണ്ടാണ് മസ്താനിയേക്കാളും കുറച്ചും കൂടെ കാര്യങ്ങൾ ഞാനിവിടെ കൈകൊട്ടി ചിരിച്ചാൽ എന്താകും എന്നൊരു ചിന്ത കൂടുതലായതുകൊണ്ടാണ് ആ പുള്ളി അടങ്ങി നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പുള്ളിക്ക് ഇനി ഓരോ ആൾക്കാർ പോകുമ്പോൾ ചിലപ്പോൾ ആൾ കൈകൊട്ടിച്ചിരിക്കും. അങ്ങനെ ഒരു കാരണം എല്ലാ ലൈസൻസും ലാലേട്ടൻ ഓരോ വീക്കെൻഡ് കൊടുക്കുമ്പോഴും വരുമ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആര്യന്. ഇപ്പോൾ നമ്മുടെ അനുമോളെ ഇൻറ്റൻഷൻ ആരാണ് ചെയ്തത്, ആര്യനാണ് വന്നിട്ട് പുറകിൽ നിന്ന് ഇടിച്ചു വീഴ്ത്തുന്നത് അല്ലേ. പക്ഷെ അത് മസ്താനി തള്ളി എന്ന രീതിയിലേക്ക് മസ്താനിയുടെ തലയിലേക്ക് മാത്രം എടുത്തു വെച്ച് കൊടുത്ത് ആ ഒരു കാര്യത്തിന് അത്ര സീരിയസ് അല്ലാത്ത രീതിയിൽ തള്ളി വിടുകയാണ് ലാലേട്ടൻ ചെയ്തത്. ശരിക്കും പറയുകയാണെങ്കിൽ മസ്താനിയെ ഒനിയിൽ വന്ന് കെട്ടിപ്പിടിച്ച അതെന്ന് പറയുമ്പോൾ അറിയാതെയാണ്. പക്ഷെ ഇത് ഇൻറ്റൻഷനെയാണ്, മനഃപൂർവ്വം ചെയ്തൊരു കാര്യമാണ്. അത് വേണമെങ്കിൽ ബിഗ് ബോസിന് ചോദ്യം ചെയ്യായിരുന്നു. കാരണം അനുമോൾക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് അനുമോൾ അത് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ മസ്താനിയും ആര്യനും കൂടെ 2 പേര് ചേർന്ന് എടുത്ത ഒരു ഗൂഢതന്ത്രം, അതായത് അനുമോളെ ഇടിച്ചിടുക എന്നുള്ളത്, അത് ശരിക്കും ഫിസിക്കൽ അസോൾട്ടാണ്. അത് വേണേൽ ആ രീതിയിൽ എടുക്കാമായിരുന്നു. പക്ഷെ അനുമോൾ എന്തുകൊണ്ടോ അത്
അറിയാത്തതുകൊണ്ട് അത് അങ്ങ് പോയതാണ്. പക്ഷെ ചോദിക്കാതെ വിട്ടേനെ ബിഗ് ബോസ്. ഇതിപ്പോൾ പുറത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്രയും കൂടുതൽ ആളുകൾ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അതെടുത്തത്. അതും എന്തൊരു തള്ള മോളെ തള്ളണം എന്നുള്ള രീതിയിൽ ചിരിച്ചങ്ങോട്ട് ലാലേട്ടൻ അത് കളഞ്ഞു. പക്ഷെ അത്രയും സീരിയസ് ഒരു മാറ്ററാണ് ലാലേട്ടൻ ചിരിച്ചു കളഞ്ഞത്. ഒനിയലിൻ്റെ കാര്യത്തിനേക്കാൾ സീരിയസ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. അത് അനുമോളായതുകൊണ്ട് അതിനെ സില്ലി വില കളിച്ചാണ് വിടാണ് ചെയ്തത്. അങ്ങനെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. പല ആൾക്കാരും അങ്ങനെ തന്നെ പറഞ്ഞത് അത് സീരിയസ് ഇഷ്യൂ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. എന്നാലും ഔട്ടായിരിക്കുന്നത് മസ്താനിയാണ്. മസ്താനി ഔട്ടായപ്പോൾ ഈ കൈകൊട്ടി ചിരിച്ച ഒരു കാര്യത്തിൽ ആര്യൻ്റെ ഭാഗത്ത് കുറേ ആൾക്കാർ ശരിയാണെന്നോ അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. കാരണം ആര്യനെ അത്രയധികം സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അപ്പാനെ അത്രയും മോശമായിട്ട് മസ്താനിയെ പറഞ്ഞുകൊണ്ടാണ് മസ്താനി റിയാക്ട് ചെയ്തത്. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഗെയിം ഉണ്ടല്ലോ. മസ്താനിക്ക് മസ്താനിയുടെ ഗെയിമുണ്ട്, ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ ഗെയിമുണ്ട്. അപ്പോൾ ഇവരൊക്കെ കളിക്കുന്നത് മോശം ഗെയിമും ആര്യനും ജിസയിലൊക്കെ കളിക്കുന്നത് വളരെ നല്ല ഗെയിമും പല കാര്യങ്ങളും ചോദിക്കാതെ വിടുന്നുണ്ട് ലാലേട്ടൻ. പല കാര്യങ്ങളും ആര്യൻ അവിടെ പറയുന്ന വാക്കുകൾ വളരെ മോശം വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ട്. അതൊന്നും ലാലേട്ടൻ എടുത്ത് ചോദിച്ചിട്ടില്ല. അതുപോലെ ജിസയിൽ കട്ടെടുക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ സില്ലിയായിട്ട് വളരെ രസകരമായിട്ട് ചോദിച്ചു വിടുന്ന രീതിയാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ അവർ രണ്ടുപേരും ഒരു ബോണ്ടിങ് ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഭയങ്കര വലിയ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണെന്നുള്ള രീതിയിൽ എല്ലാ ആഴ്ചയും വന്നിട്ട് പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും ആ രീതിയിൽ തന്നെ ഇനി കളിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇവരെ സ്ഥിരമായിട്ട് പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള കണ്ടസ്റ്റന്റ് എന്താ തോന്നുന്നത് വെച്ചാൽ ഇവർക്ക് പുറത്തൊക്കെ ഭയങ്കര പ്രേക്ഷക പിന്തുണയുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ എതിരെ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമോ എന്ന് പേടിച്ചിട്ടാണ് മറ്റുള്ള കണ്ടസ്റ്റൻസ് ഈ ആര്യനും ജിസേനും കുറിച്ച് ഒരു പരിധി വരെ ഒന്നും പറയാത്തത്. ബിന്നിയും റെനിയും എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച തൊട്ടിട്ട് ഈ ഒരു വരുന്ന ഒരു വീക്കിലുണ്ടല്ലോ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറും. കാരണം ഇവർക്ക് പ്രേക്ഷക പിന്തുണ ഉണ്ടെന്ന് കാണുമ്പോൾ അവരും ഇനി തർക്കിക്കാനൊന്നും പോകില്ല. അവരും അവരുടേതായ ഗെയിം സ്ട്രാറ്റജി മാറ്റും. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ ഒരു ആഴ്ചയിൽ മിക്കവാറും അവനും ആദിലയും നൂറും തമ്മിൽ തെറ്റാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഒരു കാര്യത്തിൽ വേറെ ലക്ഷ്മി പറഞ്ഞൊരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അതിൽ മനഃപൂർവ്വം നമ്മുടെ അനുമോളെ വലിച്ചിടുന്നുണ്ട്. ഞാൻ അനുമോളോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ലെസ്ബിയൻ ആയിട്ടുള്ള ആളുകളുടെ റിലേഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. ഞാൻ അനുമോളോട് ചോദിച്ചപ്പോൾ അനുമോള് പറഞ്ഞത് എനിക്കിപ്പോൾ അഭിപ്രായമില്ല, ഞാൻ പുറത്ത് പോയിട്ട് പറയാം എന്ന് പറഞ്ഞു എന്നാണ്. അത് കുറേ ആൾക്കാരെടുത്ത് പറയുന്നത് അനുമോൾക്ക് എന്തുകൊണ്ട് അത് അവിടെ വെച്ച് പറഞ്ഞു. അത് അനുമോളുടെ ഇഷ്ടമാണ്. പുറത്ത് പറയണോ ഇതിനകത്ത് എന്ത് പറയണം പുറത്ത് പോയിട്ട് എന്ത് പറയണം എന്നുള്ളത് അനുമോളുടെ ഇഷ്ടമാണ്. അനുമോള് പറഞ്ഞിട്ട് ഇവരെ അത് അനുമോള് പറയണേ എനിക്ക് ദേഷ്യമാണ് ഈ റിലേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാണ് ഇവർ നിൽക്കുന്നത്. അനുമോള് പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല, ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് ഇപ്പം താല്പര്യമില്ല, ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞത് അനുമോളുടെ സ്റ്റാൻഡാണ്. അതിൽ അനുമോൾ ഉറച്ചു നിൽക്കുന്നതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അത് അനുമോളത് പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ആദിലും ആര്യനും അക്ബറൊക്കെ നിർബന്ധിക്കണം കണ്ടു. അതിൻ്റെ ആവശ്യമില്ല. അനുമോൾക്ക് അത് പറയേണ്ട കാര്യം അനുമോൾ പറഞ്ഞോളും, പറയാൻ പറ്റാത്ത കാര്യം അനുമോൾ പറയുന്നില്ല. പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഓരോന്ന് വിവാദമാക്കി എടുക്കുകയാണ്. അതിലപ്പുറം ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇത്രയും നല്ലൊരു പ്ലെയറുള്ള അനുമോൾ അത് ചെയ്യും തോന്നുന്നുണ്ടോ? ചെയ്യില്ല. അപ്പോൾ എന്തായാലും അനുമോൾ അതിൽ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ഒരു ഗെയിം ശരിക്കും പറഞ്ഞാൽ അവിടെ കളിച്ച് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു കാര്യം ലെസ്ബിയൻ കപ്പിൾസ് എന്നുള്ള രീതിയിൽ ഒരു ഇത് ഇപ്പം ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനതാണല്ലോ അക്ബറിൻ്റെ അമ്മ ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു കാര്യം അവരുമായിട്ട് കൂട്ടുകൂടണ്ട എന്നുള്ളൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നൂറയും കെട്ടിപ്പിടിച്ചത് രണ്ടുപേർക്കെടുത്ത് കരയുന്ന ഒരു സീനൊക്കെ നമ്മൾ കുറച്ചാഴ്ച മുമ്പ് കണ്ടതാണ്. അപ്പോൾ ആ ഒരു കാര്യം ലക്ഷ്മി പറയുമ്പോൾ അതിലെ മിണ്ടാതെ നിന്നു. അത് ലക്ഷ്മിയെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ലക്ഷ്മി പുറത്ത് പോട്ടെ എന്നുള്ള രീതിയിൽ അതിൽ നിന്നാണ്. എന്തുകൊണ്ട് പറഞ്ഞില്ല അത്? അപ്പോൾ എനിക്ക് ഈ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇനി സ്ട്രോങ് ആയിട്ട് കളിക്കാൻ മുന്നോട്ട് വരുന്നത് ആദില, നൂറ, അക്ബർ, ജിസേൽ, അതുപോലെ നമ്മുടെ ആര്യൻ, ഇവരൊക്കെ ആയിരിക്കും, ഒനിയിൽ, ഇവരൊക്കെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണ് കൂടുതൽ സപ്പോർട്ട് ലാലേട്ടൻ്റെ അടുത്തും ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും അവരുടെ ഗെയിമായിരിക്കും ഇനി കൂടുതൽ അങ്ങോട്ട് നമുക്ക് കാണാൻ കഴിയുക. കാരണം മറ്റുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ചയിൽ എന്തൊക്കെ നടക്കാമെന്നാണ് നമുക്ക് കാണാം. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ.